നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ്. ഇന്ന് വളരെ സുപ്രധാനമായൊരു പരീക്ഷ നടന്ന ദിവസവുമാണ്. എല്ലാവർക്കും തന്നെ അറിയാം, യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന പരീക്ഷ നടന്ന ദിവസമാണ് ഇന്ന്. ആ പരീക്ഷ ഏകദേശം 50,000-ഓളം ആളുകൾ പ്രിലിമിനറി പാസ്സായിരുന്ന ആളുകളിൽ നിന്നും മെയിൻ പരീക്ഷ എഴുതിച്ച് വിവിധ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലേക്കുള്ള നിയമനമാണ്. എത്രത്തോളം നിയമനമുണ്ട് എന്ന് നമുക്ക് ആർക്കും തന്നെ അറിയില്ല. എത്രത്തോളം ആളുകളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇടും എന്നും നമുക്ക് ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതിയ ആളുകൾക്ക് അവർ നേടിയ മാർക്ക് ജോലി കിട്ടുവാൻ പര്യാപ്തമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഉറപ്പും ഇല്ല. നമ്മുടെ ഇലക്ഷൻ പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇലക്ഷന് മുൻപ് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഓരോ രാഷ്ട്രീയ കക്ഷികളും ഇത്രയേറെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് സെഫോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനമൊക്കെ പല ചാനലുകളൊക്കെ നടത്താറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം ക്ലാസ്സുകൾ കൊടുക്കുന്ന അധ്യാപകർ ഇതേപോലെ പരീക്ഷ കഴിയുമ്പോൾ ഓരോ പരീക്ഷയിലും എത്രത്തോളം മാർക്കുകൾ നേടിക്കഴിഞ്ഞാൽ സേഫ് സോൺ അല്ലെങ്കിൽ ആ ഒരു റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുവാനായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് സാധ്യതയുണ്ട് എന്ന് വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വിശകലനവും നമ്മൾ വർഷങ്ങളായിട്ട് നടത്തി വരികയാണ്. വർഷങ്ങളെന്ന് പറയുമ്പോൾ 2018 നമ്മളുടെ ഈ ഒരു ചാനൽ ആരംഭിച്ചത്. അന്ന് മുതൽ ഇത്തരത്തിലുള്ള വിശകലനങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. നമ്മൾ കണക്ക് കൂട്ടുന്നതിനനുസരിച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കുകയാണെങ്കിൽ ഏകദേശം അതേ രീതിയിലുള്ള മാർക്കിലേക്കാണ് വരാറുള്ളത്. പക്ഷേ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ആളുകൾ നമ്മൾ കണക്ക് കൂട്ടുന്ന അത്രയും ആൾക്കാർ ഇല്ല എന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് വളരെയധികം കൂടുകയും ചെയ്യും. നമ്മളിങ്ങനെ കബഡി നിരത്തിയിട്ട് ജ്യോതിഷം പ്രവചിക്കുന്ന പോലെ പ്രവചിക്കുന്നതല്ല. പരീക്ഷ എഴുതി നോക്കിയിട്ടും അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ പരീക്ഷ എഴുതുന്ന നമ്മളുടെ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലും നല്ല രീതിയിൽ ഒരു വിശകലനം നടത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പരീക്ഷാ വിശകലനം നമ്മൾ ചെയ്യുന്നത്. ഇത്തവണത്തെ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി LGS പരീക്ഷ 50,000-ഓളം ആളുകളാണ് എഴുതിയതെന്ന് പറഞ്ഞു. ഈ ഒരു യൂണിവേഴ്സിറ്റി LGSൻ്റെ പരീക്ഷാ തീയതി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മുടെ അക്കാഡമി ഫാസിസ് അക്കാഡമി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. സൗജന്യ കോഴ്സായിരുന്നു. യൂണിവേഴ്സിറ്റി LGSന് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ട് പരിശീലനം കൊടുക്കുന്നൊരു കോഴ്സായിരുന്നു. അത് നമ്മൾ ഡിസംബർ മാസം 26-ന് തുടങ്ങിയിട്ട് ഈ ഫെബ്രുവരി മാസം 3-ാം തീയതിയോടുകൂടി അവസാനിക്കുന്ന രീതിയിൽ ഒരു 41 ദിവസത്തെ പഠന പദ്ധതിയായിരുന്നു നമ്മൾ തയ്യാറാക്കിയിരുന്നത്. ഇതനുസരിച്ച് ഈ ദിവസങ്ങളിൽ ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ, അത് വീഡിയോ ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ഓഡിയോ ക്ലാസ്സുകൾ, PDF നോട്ട്സുകൾ ഈ രൂപത്തിലായിരുന്നു നമ്മൾ നൽകിയിരുന്നത്. അങ്ങനെ നൽകിയ ഈ ക്ലാസ്സുകൾ കുറേയധികം കുട്ടികൾ ഫോളോ ചെയ്തിരുന്നു. ആ ഫോളോ ചെയ്തിരുന്ന ആളുകൾ എത്രത്തോളം ആളുകൾ അത് ആത്മാർത്ഥമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ നൽകിയിരുന്ന ആ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രയോജനം കിട്ടും. കാര്യം ഇന്നത്തെ ചോദ്യപേപ്പർ എടുത്ത് നല്ല രീതിയിലൊന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നൽകിയ ആ ക്ലാസ്സുകളും കൂടി ഒന്ന് കേട്ടിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിനെ തരംതിരിച്ച് കഴിഞ്ഞാൽ, അതായത് കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ജനറൽ സയൻസ് ഉണ്ടായിരുന്നു, പിന്നീട് ജനറൽ നോളജ് മേഖല ഉണ്ടായിരുന്നു, ഗണിതശാസ്ത്ര മേഖലയും ഉണ്ടായിരുന്നു. ഈ മേഖലകൾ ഓരോന്നിനെയും നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ജനറൽ സയൻസും അതേപോലെ കറണ്ട് അഫയേഴ്സ് സയൻസുമായി വന്നിട്ടുള്ളതും കൂടി നോക്കിയെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 27 മാർക്ക് എന്ന് പറയുന്നത് ആ സയൻസ് പ്ലസ് CA എന്ന് പറഞ്ഞ മേഖല ഉണ്ടായിരുന്നു. സയൻസ് പ്ലസ് CA കറണ്ട് അഫയേഴ്സ്. അതേപോലെ ഏകദേശം ഒരു 53 മാർക്ക് എന്ന് പറയുന്നത് GK പ്ലസ് CA എന്ന് പറഞ്ഞൊരു മേഖലയിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തു. അതേപോലെ 20 മാർക്ക് എന്ന് പറയുന്നത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മേഖലയിൽ നിന്നും ഉണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ ഈ ഒരു മിഷൻ 41 ഡേയ്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിൽ നമ്മൾ നൽകിയിരുന്ന കണ്ടൻറ്റുകൾ എടുത്ത് വെച്ചിട്ട് ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമെന്ന് വെച്ചാൽ ഇതാണ്. അതായത് 27 ചോദ്യങ്ങൾ വന്ന സയൻസ് പ്ലസ് കറണ്ട് അഫയേഴ്സിൽ 20 ചോദ്യങ്ങളോളം ഞങ്ങളുടെ ക്ലാസ്സുകളിൽ, ഞങ്ങൾ കൊടുത്ത വീഡിയോ ക്ലാസ്സുകളിലും ഓഡിയോ ക്ലാസ്സുകളിലും പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്ന സയൻസ് പ്ലസ് CA കാര്യങ്ങളിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള ഈ 53 മാർക്കിൻ്റെ GK പ്ലസ് കറണ്ട് അഫയേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ എടുത്തിട്ടുള്ള ഓഡിയോ ക്ലാസ്സുകളായാലും വീഡിയോ ക്ലാസ്സുകളായാലും ആ ഗ്രൂപ്പിൽ ഞങ്ങൾ നൽകിയിട്ടുള്ള PDFകളായാലും അതിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു 46ഓളം ചോദ്യങ്ങളും അതിലുള്ള ഉത്തരങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 66 മാർക്ക് എന്ന് പറയുന്നത് 80 മാർക്കിൽ അല്ലേ, 66 ഔട്ട് ഓഫ് 80 എന്ന് പറയുന്നത് ഞങ്ങൾ നൽകിയിരുന്ന ആ ഒരു കോഴ്സിൽ തന്നെ ആ ഉണ്ടായിരുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ 20 മാർക്കിൻ്റെ മാത്സ് പ്ലസ് മെൻ്റൽ എബിലിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെയും
മുൻ വർഷത്തെ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ചോദ്യങ്ങളൊക്കെ നൽകിയിരുന്നു. അതേ ചോദ്യങ്ങൾ ആവർത്തിക്കില്ല, പക്ഷേ അതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഏകദേശം ഒരു 15ഓളം മാർക്ക് എന്ന് പറയുന്നത് കണക്ക് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെ നോക്കിയാൽ ഒരു 15 മാർക്ക് എന്ന് പറഞ്ഞത് കിട്ടും, അല്ലെങ്കിൽ ഒരു 14 മുതൽ 15 മാർക്ക് വരെ കിട്ടും അല്ല, നമുക്കറിയാവുന്നതാണ്. അങ്ങനെ നോക്കിയാൽ ഒരു 66 പ്ലസ് ഒരു 14, അങ്ങനെ നോക്കിയാൽ 80 മാർക്ക് എന്ന് പറയുന്നത് 100-ൽ ലഭിക്കുമായിരുന്നു. ആ കോഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഏതൊരു ആൾക്കും അത് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ളൊരു കോഴ്സ് തന്നെ 41 ദിവസം കൊണ്ട് നൽകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. അത്തരത്തിലൊരു കോഴ്സ് ഞങ്ങൾ നൽകി. ഞങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് എങ്ങനെയായിരിക്കണം പരീക്ഷാ ഹാളിൽ നമ്മളുടെ ആ ഒരു 1.5 മണിക്കൂർ വിനിയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും പരീക്ഷ എഴുതുവാനായിട്ട് പോയ കുട്ടികൾക്ക് ഒരു വീഡിയോ ചെയ്ത് കൊടുത്തിരുന്നു. ആ വീഡിയോയുടെ ആ ചുവട്ടിൽ ചില ആളുകൾ അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അല്ല, എനിക്ക് നൽകിയ വിശേഷം വരുന്നില്ല, പൊട്ടൻ എന്ന് പറഞ്ഞൊരു വിശേഷണമാണ് എനിക്ക് നൽകിയിരുന്നത് കേട്ടോ. കാരണം അയാൾക്ക് തോന്നിയത് അങ്ങനെയായിരിക്കും. കാര്യം ഇത്രയും നല്ല ഒരു കോഴ്സ്, അതായത് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ 100 ചോദ്യത്തിൽ 80 ചോദ്യങ്ങളും കിട്ടുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് തികച്ചും സൗജന്യമായിട്ട് ഇയാൾ കൊടുക്കുന്നു. മറ്റുള്ളവർ പൈസ വാങ്ങി കൊടുക്കുമ്പോൾ തികച്ചും സൗജന്യമായിട്ട് കൊടുക്കുന്ന ഇയാളൊരു പൊട്ടൻ തന്നെയാണ് എന്ന് ആ വ്യക്തി ചിന്തിച്ചതിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല കേട്ടോ. അതേപോലെ തന്നെ എന്നെ അങ്ങനെ പൊട്ടൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോൾ എൻ്റെ കുറച്ച് സ്റ്റുഡൻസ് അതിന് മോശമെന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ചില കമൻറ്റ് ഇട്ടു. അതേപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ LG Learn to Grow ചാനൽ ലക്ഷ്മി ടീച്ചറും അതിന് താഴെ ഒരു കമൻറ്റ് പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ലക്ഷ്മി ടീച്ചറിനോട് വളരെ മോശമായ രീതിയിൽ എന്ത് ചെയ്തു, ആ കമൻറ്റിന് തൊട്ട് താഴെ ഈ പറഞ്ഞ വ്യക്തി വീണ്ടും കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഓർമ്മിക്കേണ്ട കാര്യം, ടീച്ചർ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്താണ്, നമ്മൾ കേട്ടിട്ടുള്ളത് മാതാ പിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് അല്ലേ. അപ്പോൾ ഗുരു എന്ന് പറയുന്നയാൾ, മാതാവ് എന്ന് പറയുന്നയാൾ, പിതാ എന്ന് പറയുന്നയാൾ നമുക്ക് അറിയാം, ദൈവം എന്ന് പറയുന്ന ആൾ പ്രത്യേക കോൺസെപ്റ്റിൽ കാണുന്നതാണ്. അപ്പോൾ ഗുരുവിനോട് ഇത്തരത്തിൽ മോശമായിട്ട് പെരുമാറുന്ന ഒരാൾ അദ്ദേഹത്തിന് ജന്മം നൽകിയ മാതാവിനോടും പിതാവിനോടും പെരുമാറുന്നത് എങ്ങനെയായിരിക്കും എന്ന് ഓർക്കുമ്പോൾ തന്നെ എന്തായിരിക്കും, നമുക്ക് എന്താണ് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഒട്ടും തന്നെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വ്യക്തികളും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്താണ്, ഇത്തരത്തിലുള്ള 80 മാർക്കോളം വരുന്ന ആ ഒരു ചോദ്യങ്ങൾ അല്ലേ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കമൻറ്റുകൾ ഇടുന്ന ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവർ വളർന്നു വന്ന സാഹചര്യം അതായിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, ടാങ്കിൽ ഉള്ളതേ ടാപ്പിലൂടെ വരികയുള്ളൂ. അപ്പോൾ ടാങ്ക് എന്ന് പറയാൻ നേരത്ത് കുടുംബമാണ്, വീടാണ്. അപ്പോൾ അവിടെ ഏത് സാഹചര്യത്തിലാണോ ആ വ്യക്തി വളർന്നിരിക്കുന്നത് ആ സാഹചര്യമായിരിക്കും ഈ പറയുന്ന ഈ വ്യക്തിയിലൂടെ വരിക. അതായത് ഇദ്ദേഹത്തെ നന്നാക്കാൻ പോയതുകൊണ്ട് കാര്യമില്ല, നന്നാക്കേണ്ട ആൾക്കാരാണ്. ടാങ്ക് എന്ന് പറയുന്ന കുടുംബമാണ്, അവിടെയുള്ള ആൾക്കാർ നമുക്കാർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് അത് നമ്മളവിടെ വിടുന്നു. നമുക്ക് നമ്മളുടെ അനാലിസിസിലേക്ക് നമുക്ക് വരാം അല്ലേ. പറയുന്നത് ഈ പറയുന്ന ഇന്നത്തെ പരീക്ഷയെക്കുറിച്ചാണ്. അപ്പോൾ 80ഓളം ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നമ്മളുടെ ഈ പറയുന്ന ഡിസംബർ 26 മുതൽ ഫെബ്രുവരി 3 വരെ ഫാസീസ് അക്കാഡമി എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ സൗജന്യമായിട്ട് ഞങ്ങൾ നൽകിയ കോഴ്സിൽ ഉണ്ടായിരുന്നു തന്നെയാണ്. സംശയമുള്ളവർക്ക് ആ ക്ലാസ്സുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംശയം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്നത്തെ പരീക്ഷ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ എത്രത്തോളം ആളുകൾ പരീക്ഷ എഴുതിയെന്ന് നമ്മൾ പറഞ്ഞാൽ 50,000-ഓളം ആളുകൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. ഈ 50,000-ഓളം ആളുകൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ചില ആളുകളൊന്നും എഴുതി കാണില്ല, എന്നാൽ ഒരു 45,000-ഓളം ആൾക്കാർ പരീക്ഷ എഴുതി കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൽ എങ്ങനെ ഏത് രീതിയിലായിരിക്കും സാധ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്, ഇതിൽ തന്നെ നോക്കിയാൽ അല്ലേ, നമ്മുടെ ഈ കണക്ക് എന്ന് പറഞ്ഞ മേഖലയിൽ നോക്കിയാൽ ഒരു 13 മാർക്ക് എന്ന് പറയുന്നത് കണക്ക് ചെയ്ത് പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും കിട്ടുന്നതാണ്. 20 ചോദ്യങ്ങളിൽ 13 മാർക്ക് കിട്ടും. ചില ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഇല്ല. അത് ക്വസ്റ്റ്യൻ പേപ്പർ എ കോഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 83-ാമത്തെ ചോദ്യവും അതുപോലെ 85-ാമത്തേതും 92-ാമത്തേതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ 3 ചോദ്യം ആൾക്കാർ ചെയ്യാതെ മാറും. അങ്ങനെ നോക്കിയാൽ 17 ചെയ്യാൻ പറ്റും. പിന്നെ നോക്കിയാൽ എന്താണ് ഒരു 13 മാർക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ എ കോഡ് വെച്ച് നോക്കിയാൽ 29-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതിർത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിർത്തി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിർത്തി എന്ന് പറയുമ്പോൾ അത് കരയതിർത്തിയാവാം, സമുദ്ര അതിർത്തിയുമാകാം. അതുകൊണ്ട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം ചിലപ്പോൾ എന്തായിരിക്കാം അസാധുവാകാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നുണ്ട്. പിന്നെയോ ലൈസൻസ് ഫെയർ എന്ന് പറയുന്ന ഫ്രീ റെയിൻ പോളിസിയുടെ വെറുതെ വിടുക എന്നുള്ള സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നൊക്കെയുള്ള ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷനിൽ കൊടുത്തിട്ടുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഏകദേശം ഒരു 5ഓളം ചോദ്യങ്ങൾ ഇങ്ങനെ തുലാസിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഒരു 95 മാർക്കൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പരീക്ഷ വരുന്നത്. എങ്കിൽ കട്ട് ഓഫ് ഒക്കെ എത്ര വരാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന മേഖലകളിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഈ പറയുന്ന സയൻസ് മേഖല, അതേപോലെ തന്നെ GK മേഖല, അങ്ങനെ മൊത്തം 80 മാർക്കുണ്ട്. ഈ പറയുന്ന കണക്ക് മേഖല 13 മാർക്കുണ്ട്. ഏകദേശം പല മാർക്ക് പലരും നേടാൻ സാധ്യതയുണ്ട്. ഇതൊരു സംസ്ഥാന വ്യാപകമായിട്ട് നടന്ന ഒരു പരീക്ഷയുമാണല്ലോ. അപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് നടന്ന പരീക്ഷയായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടൈറ്റ് കോമ്പറ്റീഷനും ഉണ്ടാവും.
പിന്നെ ഏക ആശ്വാസം എന്ന് വെച്ചാൽ ഡിഗ്രി വിജയിച്ചിട്ടുള്ള ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന അധികം ആൾക്കാർ ഈ പരീക്ഷയ്ക്ക് വരുന്നില്ല എന്ന് കരുതി ആശ്വസിക്കാനും വരേണ്ട സമയമായിട്ടില്ല. കാര്യം എന്താ, ഈ LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഡിഗ്രി ഇല്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. അവരും നന്നായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരാണ്. അവരും ഈ പരീക്ഷ എഴുതും. അതുകൊണ്ട് തന്നെ മത്സരം നല്ല രീതിയിലുണ്ട്. പിന്നെ ചോദ്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഈ ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള 4 ഓപ്ഷനിൽ നിന്ന് ഒരെണ്ണത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് ഈ ചോദ്യം വളരെ സിമ്പിളാണ്, അല്ലെങ്കിൽ ഈ പരീക്ഷ വളരെ സിമ്പിളാണ് എന്ന് പരീക്ഷയുടെ ആദ്യത്തെ ഒരു 10-20 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തോന്നും. കാര്യം എന്താ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മേഖലയിൽ നിന്നുള്ള ചോദ്യം സിമ്പിൾ, ഹിസ്റ്ററി എന്ന് പറയുന്ന മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ സിമ്പിൾ. അതേപോലെ നമ്മൾ നോക്കിയാൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് തോന്നി. ശരി, സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കടന്നത് എവിടെയാണ്, ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന മേഖല, കേരള ഭൂമിശാസ്ത്രവും ഇന്ത്യൻ ഭൂമിശാസ്ത്രവും വന്നപ്പോൾ എന്തായും ചോദ്യങ്ങൾ ടഫായി തുടങ്ങി അല്ലേ. ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വന്നപ്പോൾ എന്തായി, സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നപ്പോൾ അത് രീതിയിലായി. പിന്നെ കേരളത്തിലെ സാഹിത്യം, ശാസ്ത്രം മുതലായ മേഖലകൾ വന്നപ്പോൾ അവിടെയും കുറച്ച് ടഫായി തുടങ്ങി. കണക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉത്തരമില്ലാത്ത കുറച്ച് ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതായിരിക്കും PS വെറും മണ്ടന്മാരാണ് ഉത്തരമില്ലാത്ത ഇത്തരം ചോദ്യങ്ങൾ തരുന്നതെന്ന്. പക്ഷേ അവരുടെ ട്രിക്കാണ്. കാര്യം എന്താ, ഉത്തരമില്ലാത്തൊരു ചോദ്യം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് PS മണ്ടനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ വിലപ്പെട്ട 4-5 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യും. നമുക്ക് സമയം കിട്ടാതെയും പോകും. അവസാനം സമയം കിട്ടാതെ പാനിക്കായിട്ട് എന്ത് ചെയ്യുന്നു, നോക്കുമ്പോൾ കുറേ ചോദ്യങ്ങൾ എളുപ്പമുള്ളതായിരുന്നല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യണം, ബാക്കിയുള്ളതും അതേ രീതിയിലാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുവാനുള്ളൊരു പ്രവണതയും ഉണ്ടാകും. അങ്ങനെ ചെയ്തു വരുമ്പോൾ എന്തായിരിക്കും, വായിച്ച് കേട്ടിട്ടുള്ള എവിടെയോ ഓർമ്മയുള്ള എല്ലാ ചോദ്യവും കയറി അങ്ങോട്ട് അറ്റൻഡ് ചെയ്യും. പല ആൾക്കാർക്ക് സംഭവിച്ചെന്തായിരിക്കാം, അവർ കൂടുതൽ ചോദ്യങ്ങൾ അങ്ങോട്ട് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ എന്തായിരിക്കും, പലർക്കും 15-20 ഒക്കെ നെഗറ്റീവ് വന്ന ആളുകളുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത എണ്ണം വരെ നെഗറ്റീവ് വരുത്തിയ ആളുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം മാർക്ക് ഇതിന് കട്ട് ഓഫ് വരും, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾക്ക് സാധ്യതയുണ്ട് എന്നൊന്നും നമുക്ക് അറിയില്ല. എങ്കിലും നമ്മുടെ ഒരു സാധ്യത പറയുകയാണ്. അപ്പോൾ അതായത് ഇവിടെ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും, പലപ്പോഴും പല മാർക്കുകളൊക്കെ ആയിരിക്കും അല്ലേ. എത്രത്തോളം മാർക്കുകൾ വരുമെന്നൊന്നും നമുക്ക് ഇവിടെ യാതൊരു തരത്തിലുള്ള നിശ്ചയവുമില്ല. പിന്നെ എന്താണ് ഇവിടെ സാധ്യതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്, ഈ പരീക്ഷ എഴുതുന്ന ആളുകളിൽ എത്രത്തോളം ആളുകൾ എടുക്കപ്പെടുമെന്ന് നമുക്കറിയില്ല അല്ലേ. ഏകദേശം ഒരു 500ഓളം ആളുകളെ മാത്രമാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന തസ്തികയ്ക്ക് എടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു 80 മാർക്ക് നേടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ സേഫാണ്. 500 പേരുടെ കാര്യമാണ് പറയുന്നത്. ആദ്യത്തെ 500 സംസ്ഥാന വ്യാപകമായതുകൊണ്ട് തന്നെ ഒരു 500 പേരെന്ന് പറയാൻ നേരത്ത് ഒരു 80 മാർക്ക് നേടിയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ 500-ൽ താഴെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന. 500-ൽ താഴെ ആളുകൾ മാത്രമാണ്, അതായത് 500 എന്നല്ല, 500-ൽ താഴെയുള്ള ആളുകളെ മാത്രമാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 80-ന് മുകളിൽ മാർക്ക് നേടിയെങ്കിൽ മാത്രമേ സേഫ് സോൺ അല്ലെങ്കിൽ ഉറപ്പെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അതേപോലെ ഏകദേശം ഒരു 1000-ൽ താഴെയാണ് ആളുകളെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, 1000-ൽ താഴെ ആൾക്കാരെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 75-നും 80-നും ഇടയിൽ മാർക്ക് നേടിയ ആളുകളായിരിക്കാം ഈ 1000 എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിൽ വരാനായിട്ട് സാധ്യതയുള്ളത്. ഇനി സാധാരണ കമ്പനി ബോർഡ് LGSനെ പോലെ ഏകദേശം ഒരു 3000-ഓളം ആളുകളെയാണ് എടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 70-75 മാർക്കായിരിക്കും ഇവിടെ കട്ട് ഓഫ് ആയിട്ട് വരിക. ഇങ്ങനെയാണ് നമുക്ക് തോന്നുന്ന, നമുക്കെന്ന് വെച്ചാൽ ബാസിസ് അക്കാഡമിക്ക് തോന്നുന്ന ഒരു റേഞ്ച് നില ഇതാണ്. അതായത് 500-ൽ താഴെ ആളുകൾ മാത്രമാണ് എടുക്കുന്നെങ്കിൽ 80 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ 1000 പേരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 75-നും 80-നും ഇടയിലായിരിക്കും മാർക്ക് വരാനായിട്ടുള്ള സാധ്യത കാണുന്നത്. ഏകദേശം ഒരു 3000-ഓളം ആളുകളുടെ ലിസ്റ്റാണ് തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 70-75 മാർക്ക് നേടിയ ആളുകൾക്ക് സാധ്യതയുണ്ട്. ഇനി ഏകദേശം അതിലും താഴെയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കാം, ഏകദേശം ഒരു 65 മാർക്കിന് മുകളിലുള്ള ആളുകളുടെ 5000 പേരുടെയൊക്കെ ലിസ്റ്റാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 65ഓളം മാർക്കൊക്കെ നേടിയ ആളുകൾക്ക് സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ വലുതാക്കി ഇടുവാനായിട്ടാണ് സാധ്യത കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ ആദ്യത്തെ പട്ടികയിൽ, അല്ലെങ്കിൽ ആദ്യത്തെ റാങ്കുകളിൽ ഉൾപ്പെടുന്ന ആളുകളൊക്കെ തന്നെ മറ്റു പല റാങ്ക് പട്ടികയിലും ഉൾപ്പെടാൻ ചാൻസ് ഉള്ളവരാണ്. കാരണം ഡിഗ്രി ലെവൽ ഒഴികെ ബാക്കി എല്ലാ റാങ്ക് ലിസ്റ്റിലും ഇവർ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ബൃഹത്തായ ഒരു റാങ്ക് പട്ടിക തന്നെയായിരിക്കും ഈ പറയുന്ന യൂണിവേഴ്സിറ്റി LGSനെ വരാനായിട്ടുള്ള സാധ്യത കാണുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ മതിയാവുകയുള്ളൂ. അപ്പോൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് LD ക്ലർക്കിൻ്റെ പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ LD ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ബാസിസ് അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട്. ബാസിസ് അക്കാഡമിയുടെ മോക്ക് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് LDCയുടെ എക്സാം സീരീസാണ്. 100 ടെസ്റ്റ് പേപ്പറുകളാണ് അതിലുള്ളത്. 100 ടെസ്റ്റ് പേപ്പറുകൾ സിലബസ് അടിസ്ഥാനത്തിൽ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ 100 ടെസ്റ്റ് പേപ്പറുകളാണ്. അതായത് സിലബസിന് 25 ഭാഗമാക്കി തിരിച്ചുകൊണ്ട് ഓരോ ഭാഗത്തിനും 4 പരീക്ഷകൾ വീതം നടത്തുന്ന ടെസ്റ്റ് സീരീസാണ്. 100 ടെസ്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിന് ചെറിയ മെമ്പർഷിപ്പ് ഫീ ഉണ്ട്. അതിനൊരു മെമ്പർഷിപ്പ് ഫീ ഉണ്ട്. 750 രൂപയാണ് മെമ്പർഷിപ്പ് ഫീ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9846183166 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സിലബസ് മുൻകൂട്ടി നൽകുന്നു, ചോദ്യം നൽകുന്നു,
ആൻസർ കീ നൽകുന്നു, എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നൽകുന്നു. അങ്ങനെ ഒരു സിലബസിനെ 25 ഭാഗമാക്കി വിഭജിച്ചിട്ട് ഓരോ ഭാഗത്തിൽ നിന്നും 4 സെറ്റ് ചോദ്യങ്ങൾ വീതമുള്ള ടെസ്റ്റ് സീരീസ്. അങ്ങനെയാണ് 100 പരീക്ഷകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, LDCയുടെ മോക്ക് ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ 9846183166 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നടത്തിയ വിശകലനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയ, ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടീമിന് തോന്നിയ ഒരു സാധ്യതകളെക്കുറിച്ചാണ്. ഇത് ശരിയാവാം, ശരിയാവാതിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾക്ക് പരീക്ഷ എഴുതിയ ആളുകൾക്ക് നല്ല രീതിയിൽ വിജയം ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.